സമയത്ത് ഒരു സൗണ്ട് കേട്ടിട്ടാണ് വന്നത്, ഒരു കരച്ചിൽ കേട്ടിട്ടാണ് വന്നത്. കരച്ചിൽ കേട്ട് അച്ഛൻ വന്നു വാതിൽ മുട്ടി നോക്കുന്ന നേരം അവൻ വാതിൽ തുറന്നു ജനൽ തുറന്നു നോക്കുന്ന നേരം രണ്ട് കയ്യിലും ചോര നിറഞ്ഞെടുക്കുകയാണ്, ശരീരത്തിലും ചോരയുടെ പാടുകൾ നിറയുണ്ട്. എന്താ ചെയ്തതെന്ന് വെച്ചപ്പോൾ അമ്മയെ ഞാൻ വെട്ടിയെന്ന് പറഞ്ഞു. അവനൊന്നും പ്രതികരണമൊന്നുമില്ല, അവനൊരു കൂളായിട്ട് നിൽക്കുന്ന മൈൻഡേ ഉണ്ടായിരുന്നു, മറ്റൊരു പ്രതികരണം ഉണ്ടായിരുന്നില്ല. ആശുപത്രിയിലേക്ക് മാറ്റുന്ന സമയത്ത് അവരുടെ അവസ്ഥ എന്താണ്? സുബൈദ് ഒരു അനക്കമൊന്നും ഇല്ലാത്ത രീതിയിലുള്ളൊരു കിടക്കുകയായിരുന്നു ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ എടുത്ത് സ്ട്രെച്ചറിലെടുത്ത് ആംബുലൻസിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഇങ്ങനെ സംഭവങ്ങൾ മുമ്പൊന്നും ഇല്ല, അങ്ങനെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇതിന്റെ മുന്നൊരു വട്ടം റൂമിലെന്തോ തീയൊക്കെ ഇട്ടതിന്റെ പേരിലൊരു പ്രശ്നം ഉണ്ടായെന്നല്ലാതെ വേറെ വിഷയങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി നാളെ തന്നെ മൃതദേഹം സംസ്കരിക്കുവാനാണ് ബന്ധുക്കൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ മാതാപിതാക്കളൊരു സങ്കടം, എത്രത്തോളം ഈ മാതാപിതാക്കൾ തൻ്റെ മകന് അനുഭവിച്ച വേദന, എന്തുകൊണ്ടിത് സംഭവിക്കുന്നു? നമ്മുടെ നാടുകളിൽ, പ്രത്യേകിച്ച് നമ്മുടെ ജമാഅത്തുകളിലൊക്കെ ഇതിനെതിരെ മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഒരു നാട്ടിൽ ഒരു ജമാഅത്ത് കമ്മിറ്റി എന്ന് പറയുന്നതൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവിടുത്തെ ഉസ്താദന്മാരുടെ ശമ്പളം കൊടുക്കാനും അല്ലെങ്കിൽ വരിസംഖ്യ വാങ്ങാനും മാസത്തിലൊരു കുത്തുബിയത്ത്, സ്വലാത്ത്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമല്ല, ഇതിന് ഒരു കമ്മിറ്റിയുടെ ആവശ്യവുമില്ല. ഇത് ഒരാളെ ഏൽപ്പിച്ചാൽ അവർ ചെയ്യും. നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള തിന്മകൾക്ക്, ലഹരിയുടെ അടിമകളായ ചെറുപ്പക്കാരൊക്കെയുണ്ട്, അവരെ നന്മയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി, നമ്മുടെ നാട്ടിലൊരു തിന്മയും നടക്കാതിരിക്കാൻ വേണ്ടിയാണ്. അല്ലേ, വൽതക്കും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ എന്നാണ്. ഇപ്പം ഞാൻ ജോലി ചെയ്യുന്ന ഒരു സ്ഥലം, അൽഹംദുലില്ലാ, വലിയ സന്തോഷമാണ്. അവിടുത്തെ ചെറുപ്പക്കാർ അൽഹംദുലില്ലാ, ഇത്തരത്തിലുള്ള അടിമകളായ ഒരു ചെറുപ്പക്കാരെ പോലും ആ നാട്ടിൽ കാണാൻ സാധിക്കുകയില്ല. കാരണം എന്തേ? അവിടുത്തെ നാട്ടുകാർ അത്രയും ദീനിയായി ബന്ധമുള്ള ആൾക്കാരാണ്. ചില നാടുകളിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, അവിടുത്തെ നാട്ടിൽ ഭൂരിഭാഗവും ലഹരിയുടെ അടിമകളായ ആളുകളുണ്ട്. കമ്മിറ്റി ഭാരവാഹികളടക്കം ലഹരിയുടെ അടിമകളായ ആളുകളുണ്ട് ചില നാടുകളൊക്കെ. അതൊക്കെ കാണുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു നാട്ടിൽ ഒരു കമ്മിറ്റി വൽതക്കും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ, ഖൈറിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയാണ് ഒരു നാട്ടിൽ കമ്മിറ്റി, ജമാഅത്ത് കമ്മിറ്റിയൊക്കെ. ഇത് ഒരു ഉപ്പ പ്രയത്നിച്ചാൽ നടക്കുന്ന കാര്യമല്ല. കാരണം എത്രത്തോളം ഇത് ചെയ്യാൻ പറ്റും? തൻ്റെ മക്കൾ കൂടുന്ന കൂട്ടുകൂട്ടലിൽ ആരൊക്കെ ഉണ്ടാവും, എത്ര ആളുകളുണ്ടാവും? പലരും തൻ്റെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകിച്ച് പറഞ്ഞതാണ്, നിൻ്റെ മകൻ്റെ ദീനേതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നിൻ്റെ മകൻ്റെ കൂട്ടുകാരൻ ആര് എന്ന് മനസ്സിലാക്കണം. നാം സ്വാലിഹായ കൂട്ടുകാരൻ നമ്മുടെ മക്കൾക്ക് നൽകേണ്ടത്, സ്വാലിഹായവരുടെ കൂട്ട് കെട്ടുന്നുണ്ടോ എന്ന് നോക്കേണ്ടത് അത് നമ്മുടെ ബാധ്യതയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള തിന്മകളെ പ്രവർത്തിക്കാൻ വേണ്ടി നാം സംഘടിതരായി ഇറങ്ങേണ്ടതുണ്ട്. സംഘടിതരായി ഇറങ്ങണമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. വൽതക്കും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ, ഖൈറിലേക്ക് ക്ഷണിക്കാൻ ഒരു ഉമ്മത്ത് നിങ്ങളിൽ ഉണ്ടാവട്ടെ. വയഅ്മുറൂന ബിൽ മഅറൂഫ്, നല്ലതുകൊണ്ട് കൽപ്പിക്കുന്ന, വയൻഹൗന അനിൽ മുൻകർ, നികൃഷ്ടയെ വിരോധിക്കുന്ന. അല്ലേ, മൻ റആ മുൻകറൻ ഫല്യുഗയ്യിർ ബിയദിഹി, ഒരു തിന്മ കാണുമ്പോൾ ഫല്യുഗയ്യിർ ബിയദിഹി, നിന്റെ കൈ കൊണ്ട് തടയണം. ഫഇല്ലം യസ്തതി ഫബിലിസാനിഹി, നാവ് കൊണ്ട് തടയണം. അതിനും സാധ്യമല്ലെങ്കിൽ ഫബിഖൽബിഹി, ഖൽബ് കൊണ്ട് തടയണം. ഈ ഹദീസ് കേൾക്കുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാകുന്നത്? എത്ര അത്ഭുതമാണ്, എത്ര ഗൗരവത്തിൽ ഇത് ചിന്തിക്കണം. തിന്മയെ തടുക്കുക, എതിർക്കുക എന്നുള്ള ഒരു പ്രവൃത്തി ഒരാൾക്കും ഒഴിവാകുന്നില്ല എന്നല്ലേ ഈ ഹദീസ് കൊണ്ട് മനസ്സിലാകുന്നത്? കൽബ് കൊണ്ട് തടയാൻ സാധിക്കാത്തവൻ ആരുണ്ട്? നാട്ടിലെ ചെറുപ്പക്കാർ നല്ലവരാകാൻ വേണ്ടി തഹജ്ജുദിനിച്ച് പ്രാർത്ഥിക്കാൻ കഴിയാത്ത ഏത് ഉമ്മമാരുണ്ട് നാട്ടിൽ, ഏത് ഉപ്പമാരുണ്ട്? അതൊന്ന് വെറുപ്പാണ് എന്ന് കാണുന്നത് അതും ഒരു നന്മയാണ്. നമ്മുടെ നാടുകളിലും പല പ്രദേശങ്ങളിലും ലഹരിക്ക് അടിമകൾ നാളുക്ക് നാൾ ജനങ്ങൾ, ചെറുപ്പക്കാർ കൂടി വരികയാണ്. സ്വന്തം പോറ്റ ഉമ്മക്കും ഉപ്പാക്കും ഇത്തരത്തിലുള്ള ഒരവസ്ഥ വരുന്നുണ്ടെങ്കിൽ ലഹരി ഇവിടെ ഉണ്ടാക്കുന്ന ഒരു ആഘാതം എത്രത്തോളം ഉണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പം ഇതൊക്കെ പുറത്ത് വന്ന കേസുകളാണ്, പുറത്ത് വരാത്ത എത്രയോ കേസുകളുണ്ട്. ഒരു ഉമ്മ ഈ അടുത്ത് സംസാരിക്കുന്നില്ല. എല്ലാ വീടുകളിലും പോയാലും എല്ലായിടത്തും എല്ലാവരോടും സന്തോഷത്തിൽ അവരെ പുഞ്ചിരിപ്പിച്ചുകൊണ്ട് ആ ഉമ്മ ആ വീട്ടിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ ആ വീട് വലിയ സന്തോഷത്തിലാണ്. എല്ലാവരോടും സ്നേഹത്തോടു കൂടി പെരുമാറുന്ന ഉമ്മയാണ് പെട്ടെന്ന് സംസാരം നടത്തിയത്. എന്തെന്തന്വേഷിച്ചിട്ടും എന്ത് കാരണമെന്ന് അന്വേഷിക്കുമ്പോൾ ഒരു കാരണവും പിടുത്തം കിട്ടുന്നില്ല. അവസാനം കൗൺസിലർക്കൽ പോയി ആ ഉമ്മയോട് ചോദ്യം ചെയ്യുമ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് ഉമ്മ പറഞ്ഞത്. ആ ഉമ്മാക്ക്
+2 പഠിക്കുന്ന ഒരു മകനുണ്ട്, വിദ്യാർത്ഥിയുണ്ട്. എല്ലാ ദിവസവും ലഹരിയുടെ അടിമയായി വന്നുകൊണ്ട് ഉമ്മയെ ചെയ്യാൻ പാടില്ലാത്ത പലതും ഉമ്മയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. തൻ്റെ ശാരീരിക ബന്ധത്തിൽ ഉമ്മ ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് പറഞ്ഞത്. ആരോട് പറയും? മുഖത്ത് നോക്കിയാൽ, മുകളിലേക്ക് തുപ്പിയാൽ അത് മുഖത്ത് വീഴുമല്ലോ. ആരോട് പറഞ്ഞ് തൻ്റെ മകനെ കുറിച്ച് എങ്ങനെ പറയാൻ പറ്റും? ആ ഉമ്മ ശബ്ദിച്ചു പോയി. സുബ്ഹാനല്ലാഹ്, എത്ര അനുഭവങ്ങളാണ് ഇത്, പുറത്തൊന്നും അറിയാത്ത എത്ര ഉമ്മമാർ. ചില ഉമ്മമാർ ദ്വാരക്കാൻ വേണ്ടി സംഭാവന നൽകുന്നുണ്ട്. സംഭാവന നൽകുമ്പോൾ പറയുന്നു, ഉമ്മ ഉസ്താദേ, എൻ്റെ മകനൊന്ന് മരിച്ചു കിട്ടാൻ വേണ്ടി ദ്വാ ചെയ്യണം, കാരണം എൻ്റെ മകൻ ഇങ്ങനെയാണ്. മകൻ വീട്ടിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ മാതാപിതാക്കൾ പേടിച്ച് ഒരു മൂലക്ക് ഒതുങ്ങിയിരിക്കുകയാണ്. മകനെന്ന് കേൾക്കുമ്പോൾ അവർക്ക് പേടി സ്വപ്നമാണ്. എത്ര വീടുകളാണ്, എത്ര കുടുംബങ്ങളാണ്, എത്ര കഥകളാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. ഞാൻ പെട്ടെന്ന് വാട്സപ്പ് നോക്കുമ്പോൾ ഈ ഒരു ഉമ്മയുടെ ഉപ്പയുടെ കഥ കാണുമ്പോൾ എൻ്റെ മനസ്സ് വല്ലാണ്ട് വേദനിച്ചു. പെട്ടെന്ന് ഞാൻ വീഡിയോയിൽ വന്നതാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എത്ര സംഭവങ്ങളാണ്. അടുത്ത് ഉമ്മയെ കഴുത്ത് വെട്ടി കൊന്ന്. എത്ര നല്ല ചെറുപ്പക്കാരനായിരുന്നു, 5 നേരം നിസ്കരിക്കുന്ന, പള്ളിയിൽ വരുന്ന അല്ലേ? ആ ചെറുപ്പക്കാരനും ഉമ്മയും ഉപ്പയും അറുത്തു കൊന്നത് ലഹരിയുടെ അടിമയാണ്. അവരിത് കഴിച്ചപ്പോൾ ഇത് ഉപ്പയാണോ ഉമ്മയാണെന്ന് അറിയില്ല. എത്ര പെങ്ങന്മാരാണ് വീട്ടിൽ ജ്യേഷ്ഠൻ വരുന്നുണ്ടെന്ന് പറയുമ്പോൾ പേടിച്ച് കുടുംബ വീട്ടിലേക്കോ അയൽവാസിൻ്റെ വീട്ടിലേക്കോ പേടിച്ച് ഒലിച്ചിരിക്കുകയാണ്. ജ്യേഷ്ഠൻ വരുമ്പോൾ പേടിച്ചിരിക്കുന്ന എത്ര കുടുംബങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് നാം ഒന്നിച്ചിറങ്ങി പ്രവർത്തിച്ചുകൊണ്ട് ഇത് നമ്മുടെ നാടുകളിൽ നിന്ന് നാം തുരുത്തൽ നമ്മുടെ ബാധ്യതയാണ്. ഇങ്ങനെ നാം ഇത് കണ്ടും കാണാതെ ഇങ്ങനെ നടിക്കുകയാണെങ്കിൽ തീർച്ചയായും നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഉത്തരം പറയേണ്ടി വരും. റസൂൽ സല്ലല്ലാഹു വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഈ സമൂഹത്തെ, ഈ സമുദായത്തെക്കുറിച്ച് പറയുന്നത്, നിങ്ങൾ ഉത്തമരാണ് എന്ന് പറയാൻ കാരണം നിങ്ങൾ നന്മ കൽപ്പിക്കുന്നവരും തിന്മ വിരോധിക്കുന്നവരാണ്. അതുകൊണ്ടാണ് കുന്തും ഖൈറു ഉമ്മ, നിങ്ങൾ ഉത്തമ സമുദായം, നിങ്ങൾ ഉന്നത സമുദായം, മറ്റുള്ളവർക്ക് മാതൃക ഉള്ളവരാകേണ്ടവരാണ് നാം. മറ്റുള്ളവർ നമ്മെ കണ്ട് പഠിക്കേണ്ടതാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള തിന്മകൾ കൂടുതൽ ഇന്ന് മുസ്ലിം സമുദായത്തിലാണ്. ഇപ്പോൾ വന്ന വാർത്തകൾ കൂടുതൽ നോക്ക്. ഉപ്പയെ വെട്ടിക്കൊന്നു, ഉമ്മയെ വെട്ടിക്കൊന്നു, പലതും നാം കേട്ട വാർത്തകൾ കൂടുതലും അത് മുസ്ലിം സമൂഹത്തിൽ നിന്ന്, സമുദായത്തിൽ നിന്നാണ് വാർത്തകൾ കേട്ടിട്ടുള്ളത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല കാത്തു രക്ഷിക്കട്ടെ. ഇതിനി നമ്മുടെ നാട്ടിൻ്റെ നല്ല മനസ്സുള്ള നല്ല ചെറുപ്പക്കാർ, നമ്മുടെ ജമാഅത്ത് കമ്മിറ്റിക്കാർ ഇത് കൊടഞ്ഞെഴുന്നേറ്റുകൊണ്ട് നമ്മുടെ നാടിന് ഇത് തുരുത്തണം. നമ്മുടെ നാടിന് ഇത് അപകടമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് ഇങ്ങനെ നാം കണ്ടില്ല എന്ന നടിച്ചുകൊണ്ട് നാം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലും ഇത് സംഭവിക്കും. നമ്മുടെ മക്കൾ നമുക്കെതിരെ തിരിയും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല കാത്ത് രക്ഷിക്കട്ടെ. മരിക്കുന്ന നേരം ഈമാനോട് കൂടിയുള്ള മരണം അല്ലാഹു നൽകട്ടെ. എന്നും നമ്മുടെ പൊന്നു മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി ഔലാദിന വലാ തദുർറുഹും വഫികും ലിത്വാതിക വർസുഖ്നാ ബിർറഹും എന്നുള്ള പ്രാർത്ഥന എൻ്റെ പൊന്നു മക്കൾക്ക് വേണ്ടി നാം ദുആ ചെയ്യണം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ഇത്തരത്തിലുള്ള ദുആകൾ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന അല്ലാഹുവേ, സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്, എൻ്റെ ദീനിൽ എൻ്റെ ഖൽബിനെ അടിവറച്ച് നിർത്തണേ അല്ലാ. ഈ പ്രാർത്ഥനകൾ നമ്മുടെ മക്കൾക്ക് നാം പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള വാർത്തകൾ എന്നെ ആവർത്തിക്കാതിരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.